ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ അമല് നോക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് നമ്മുടെ മൂപ്പന ചവിട്ടുകയും അതുപോലെ തന്നെ വയറ്റിനിട്ട് വലിയ കമ്പ് വെച്ച് കുത്തുകയും ചെയ്യാണ്. എന്ന് നമ്മുടെ അമലു വിളിക്കുന്നത് കേട്ട് ഗംഗപ്രസാദ് അവിടെ നിന്ന് വേഗം തന്നെ ഓടി രക്ഷപ്പെടാണ് ചെയ്യണത്. വേഗം തന്നെ അമലു മൂപ്പന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പ എന്ത് പറ്റിയപ്പ? അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എന്റെ അച്ഛനെ രക്ഷിക്കണേ, അപ്പനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളം ആട്ടോ. ആ സമയത്താണ് കിരണും ബൈജും രതീഷും കൂടി അവിടേക്ക് വരുന്നത്. അപ്പൊ ഈ സൗണ്ടും കരച്ചിലൊക്കെ രതീഷും ബൈജും കേൾക്കുന്നുട്ടോ. അപ്പൊ കിരൺ പറയുന്നുണ്ട്, എന്തോ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ആ പെൺകുട്ടിന്റെ സൗണ്ട് അല്ലേ? ഏത് പെണ്ണിന്റെ? ആ അമലുവിന്റെ. അതെ, അപ്പൊ ആർക്കും എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട് വേഗം പോയി നോക്കുമ്പോഴേക്കും അവര് ഞെട്ടിപ്പോവാണ്. കാരണം മൂപ്പൻ അവിടെ ചോര ഇങ്ങനെ വാർന്നിങ്ങനെ ഒഴുകി ഇങ്ങനെ കിടക്കുവാട്ടോ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ അമലു കരഞ്ഞോണ്ടിരിക്കണം. അയ്യോ അപ്പ കണ്ണുറക്കപ്പാന്നൊക്കെ പറയുമ്പോഴേക്കും വേഗം തന്നെ കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അമലു പറയണ്ട, ആ ദുഷ്ടൻ അവൻ, ആ വിനായകൻ എന്ന് പറഞ്ഞ ആ ഗംഗപ്രസാദ് എന്റെ അപ്പനെ കുത്തിയിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. വേഗം ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം, രതീഷ് ബൈജു പിടിക്കട എന്ന് പറയാണ്. അങ്ങനെ മൂപ്പനെ പൊക്കിയെടുക്കാണ്. കിരണെ നോക്കി തൊഴുവാണ് നമ്മുടെ അമലു. ശേഷം ഓടി വേഗം കുടിയിലേക്ക് പോകുന്നുണ്ട്. കിരണും ബൈജും രതീഷും കൂടി മൂപ്പനെ ചുമന്നോണ്ട് വേഗം തന്നെ കടവ് കടന്ന് വണ്ടിയിലേക്ക് ആക്കിയതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ അപ്പൊ തന്നെ വേഗം തന്നെ മൂപ്പനെ അതാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ബൈജുവിനോട് രതീഷിനോടും കിരൺ പറയണ്ട്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, ഞാനിന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് വരത്തുള്ളൂ, ഞങ്ങൾ ഇവിടെ ഉണ്ട് അളിയ, നിങ്ങൾ പോയിട്ട് വാന്ന് ബൈജു പറയാണ്. അങ്ങനെ കിരൺ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് പോണ കേട്ടോ. അതേസമയം അമലു കരഞ്ഞുകൊണ്ട് കുടിയിലേക്ക് പോകുന്നുണ്ട്. എന്താ മോളെ, എന്തിനാ നീ കരയുന്നത് എന്ന് നമ്മുടെ അമലുവിന്റെ അമ്മ ചോദിക്കാണ്. മൂപ്പത്തി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അമലു പറയണ്ട, അമ്മ അപ്പന് കുത്തുകൊണ്ടമ്മ, കുത്തുകൊണ്ടു എന്ന് പറഞ്ഞ് കരയാണ്. കുത്തുകൊണ്ടോ? നീ എന്തൊക്കെയാ മോളെ പറയണത്? അതെ അമ്മ, വലിയൊരു കമ്പ് കഷ്ണം വെച്ച് അപ്പന്റെ വയറ്റിനിട്ട് കുത്തി, ചോര പടപടാന്ന് ഒഴുകുമായിരുന്നു, അപ്പന്റെ ബോധം നഷ്ടപ്പെട്ടു. അയ്യോ, ഇത് ആരാ, എന്താ സംഭവിച്ചത്? അവൻ, ആ വിനായകൻ, അവനാണമ്മ അപ്പനെ കുത്തിയതെന്ന് പറയണ. ഈശ്വര, അവനോ? അതെ, അവന് നമ്മളെ പറ്റിക്കായിരുന്നമ്മ, അവന് സംസാരശേഷിയൊക്കെ ഉണ്ട്, അപ്പനെ കിളവാന്നൊക്കെ വിളിച്ചിട്ടാമ്മ അവൻ സംസാരിച്ചത്. എന്നിട്ട് അപ്പൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഞാൻ അവിടുന്ന് കുറെ വിളിച്ചു പോയി, അടുത്തൊന്നും ആരും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നൊരു സാറില്ലേ കിരൺ, അതുപോലെ തന്നെ ഒരു മേഡം കല്യാണി, ആ കിരൺ സാറ്, പിന്നെ രണ്ട് വേറെ ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു, അവരും കൂടി കാട്ടിലേക്ക് വന്നായിരുന്നു. അവര് കണ്ടതും അപ്പനെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറയാണ്. ആണോ? അവര് കൊണ്ടുപോയോ? എവിടെയാ മോളെ കൊണ്ടുപോയത്? സിറ്റിയിലായിരിക്കും, കാരണം ഇവിടെ അതിന്റെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. എന്തായാലും അപ്പന് ഓപ്പറേഷനൊക്കെ വേണ്ടി വരും, ആ രീതിയിലാ മുറിവ്. എനിക്ക് പേടിയാകുന്നു അമ്മ, അപ്പൻ എന്തെങ്കിലും സംഭവിക്കുന്നു, എനിക്ക് പേടിയാകുന്നു മോളെ. നമുക്ക് ചതിവ് പറ്റിയല്ലോ മോളെ. ആ വേലു 100 വട്ടം പറഞ്ഞതല്ലേ നമ്മുടെ അടുത്ത്, അവനെ വിശ്വസിക്കരുതെന്ന്. ഇപ്പൊ നമുക്ക് ചതി പറ്റിയല്ലോ മോളെ എന്ന് പറയാണ്. ഈശ്വര, എന്തൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൂപ്പത്തി പൊട്ടി കരയാണ്. ആ സമയത്ത് അമലു ആണെങ്കിൽ വയറ്റിൽ കൈവച്ച് ഇങ്ങനെ കരയുന്നുണ്ട്. ഈശ്വര, ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ എങ്ങനെയാ ഇപ്പൊ വീട്ടിലൊക്കെ ഒന്ന് പറയാ? അവന്റെ കുഞ്ഞു വയറ്റിലുണ്ടല്ലോ എന്നുള്ള കാര്യം പോലും ആർക്കും പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമലു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശേഷം കിരൺ നേരെ കല്യാണിയെടുത്തും രൂപ എടുത്ത് പോവാണ്. രൂപയുടെ വീട്ടിലേക്ക്, അതായത് അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോ അവിടെ കല്യാണി ഉണ്ട്. അപ്പൊ രൂപ ചോദിക്കണ്ടേ, എന്താ മോനെ, എന്തായി, അച്ഛൻ ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ അമ്മ അച്ഛനെ കുഴപ്പമൊന്നുമില്ലമ്മ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞിട്ട് വാർഡിലേക്ക് നാളെ മാറ്റുമായിരിക്കും, ഇപ്പൊ അതിനേക്കാളും വലിയൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താ കിരണേട്ടാ, എന്താ കാര്യം എന്ന് കല്യാണി ചോദിക്കാണ്. കല്യാണി, അവൻ, ആ ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ട് കല്യാണി. കിരണേട്ട പറഞ്ഞത് സത്യമാണോ? അതേ കല്യാണി, ജീവനോടെ ഉണ്ട്. നമ്മളൊന്ന് കാട്ടി പോയപ്പോ കാട്ടുമൂപ്പനും വേലും അമലും കാട്ടുമൂപ്പന്റെ ഭാര്യയൊക്കെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ലേ? അത് ഈ കാര്യമായിരുന്നു. കാട്ടില് അവന്റെ പേര് വിനായകൻ എന്നാ, പക്ഷെ അതൊരു 1.5 വർഷം മുമ്പ് നടന്ന കാര്യമാണെന്നാണല്ലോ അമലു പറഞ്ഞത്. അത് നുണ പറഞ്ഞതാ. അവൻ അവരെയൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചതേ കാട്ടിലെ ചില മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ വരുന്നവരുടെ ഫോട്ടോ എടുക്കാനും അതിനെക്കുറിച്ച് പത്രത്തിൽ എഴുതാനും വന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടാ അവിടേക്ക് അവൻ കടന്നുകൂടിയത്. അങ്ങനെയാ അവരുടെ വിശ്വാസം അവൻ നേടിപ്പറ്റിയത്. അവന് കുറെ ശത്രുക്കൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ അവരുടെ വിശ്വാസം നേടുകയായിരുന്നു. അതാ അവരൊറ്റാതിരുന്നത്. അവരെ കുറ്റമായിട്ട് കാര്യമില്ല കല്യാണി, നമ്മൾ പോലും അവനെ വിശ്വസിച്ചിട്ടില്ലേ? ശരിയാ കിരണേട്ടാ, പക്ഷെ അതൊന്നല്ല കാര്യം. ആ സത്യങ്ങളൊക്കെ ഇപ്പൊ മൂപ്പന്റെ ഭാര്യക്കും മകൾക്കൊക്കെ അറിയാം. മൂപ്പൻ ഇത് അറിഞ്ഞതും അവനെ പോയി കണ്ട് രണ്ട് കൊടുക്കാൻ വേണ്ടി തന്നെ നേരെ കുടിയിലേക്ക് പോയായിരുന്നു. അവിടെ എത്തിയതും അവനായിട്ട് ഒരുപാട് മൽപ്പിടുത്തം ഉണ്ടായി. എന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്നൊരു വലിയ വിറക് കഷ്ണം എടുത്തത് മൂപ്പന്റെ വയറ്റിനിട്ട് കുത്തുവാണ് ചെയ്തത്. അയ്യോ, എന്നിട്ടിപ്പൊ എങ്ങനെയുണ്ട് മൂപ്പന് എന്ന് കല്യാണി ചോദിക്കുമ്പോ അറിയില്ല കല്യാണി, കുറച്ച് സീരിയസ് ആ, ഹോസ്പിറ്റലിലാ, ഇപ്പൊ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക, ബൈജും രതീഷും ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ അമലും ആ മൂപ്പത്തിയൊക്കെ അവരൊക്കെ കുടിയിൽ തന്നെയായിരിക്കും. ഗംഗപ്രസാദോ?
അവൻ രക്ഷപ്പെട്ടു. കല്യാണി മൂപ്പനെ കുത്തി അവൻ എവിടെയൊക്കെ ഓടിപ്പോയി. എന്തായാലും കല്യാണിയടുത്തും കാർത്തികടുത്തും ലക്ഷ്മിയമ്മടുത്തും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയണം, അവിടുത്തെ സൂക്ഷിക്കാൻ പറയണം എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയും കേട്ടോ. അപ്പൊ തന്നെ കല്യാണി നമ്മുടെ ലക്ഷ്മി അമ്മേനെയും അതുപോലെ തന്നെ കാർത്തികനെയും വിളിക്കുകയാണ്. ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ടെന്നും ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. അവരെയും വീട്ടിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കാണ്. കാരണം ഗംഗപ്രസാദ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്നിനും പേടിക്കാത്ത അയാൾ എന്തായാലും ഒരാളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമെന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അതേസമയം മൂപ്പനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. മൂപ്പന്റെ നില അതീവ ഗുരുതരമാട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ തുറക്കുന്നു പോലും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വലിയ റെസ്പോൺസ് ഒന്നും ഇല്ല. അപ്പൊ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ രതീഷും ബൈജുവാണ് പുറത്ത് നിൽക്കുന്നത്. ഡോക്ടർ ഇപ്പൊ ആ മൂപ്പൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ സത്യം പറയാലോ ഭയങ്കര ക്രിട്ടിക്കലാണ്. സത്യം പറഞ്ഞാൽ അവരെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ? അയാൾക്ക് അവിടെ കാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഭാര്യയും മോളും ഉണ്ട്. എങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് വരാൻ പറ. അയാൾക്ക് അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാണേണ്ടവരൊക്കെ ഒന്ന് വന്ന് കണ്ടുപോട്ടെ. അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് പറയാണ്. എന്തായാലും കിരണിനോട് കാര്യം പറഞ്ഞേക്ക് എന്ന് പറയണം. അങ്ങനെ ബൈജു കിരണിന്റെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ അളിയ, എങ്ങനെയുണ്ട് മൂപ്പനിപ്പോ? മൂപ്പന്റെ നില അതീവ ഗുരുതരാണ്, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാനാ ഡോക്ടർ പറഞ്ഞേക്കണത്. ഷോ കഷ്ടമായി പോയല്ലോ. അല്ല, ഈ മൂപ്പന്റെ ഭാര്യയും മോളും കാട്ടിലെന്നല്ലേ അളിയ പറഞ്ഞത്? അവരെങ്ങാനും കൂടെ വന്നിട്ടുണ്ടോ? ഇല്ലടാ, ഇതുവരെ വന്നിട്ടില്ല. ഇനി വരുന്നുണ്ടോന്നും എനിക്ക് അറിയില്ല. അവരെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. മാത്രമല്ല അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അവരിതുവരെ നാട്ടിലും വന്നിട്ടില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു അവരെ കൂട്ടിക്കൊണ്ടുവരാനാ പറഞ്ഞത്. കാണേണ്ടവര് കണ്ടിട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട്. അതെയോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നോളാം എന്ന് കിരൺ പറയാണ്. അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നാളത്തെ പ്രൊമോയില് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും അമലും അതുപോലെ തന്നെ ആ മൂപ്പന്റെ ഭാര്യ ഉണ്ടല്ലോ, അവര് നാട്ടിലേക്ക് വരുന്നുണ്ട്. അവർ പക്ഷെ നാട്ടിലേക്ക് വരുമ്പോഴേക്കും മൂപ്പ മരിക്കാൻ തന്നെയാണ് ചാൻസ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, മൂപ്പ മരിക്കുമായിരിക്കും. അപ്പോഴല്ലേ അമലുക്കൊരു തിരിച്ചടി കിട്ടുള്ളൂ. കാരണം അമലു കാരണം ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാരണം ഈ അമലു തന്നെയാണ്. അപ്പൊ സ്വന്തം അച്ഛൻ മരിക്കുകയും പിന്നെ അവൻ ചതിച്ച ഒരു കുഞ്ഞ് വയറ്റിലിട്ടുകൊണ്ട് നടന്ന അമലുവിനെയാണ് നമ്മളിനി കാണാൻ പോണത്. പക്ഷെ അമലു ഗർഭിണിയാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷെ ഉടനെ ഒരാൾ അറിയും. അത് വേറെ ആരുമല്ല, കല്യാണി. അതെ, അമലു ഇനി സത്യങ്ങളൊക്കെ പറയാൻ പോണത് കല്യാണിയുടെ അടുത്താണ്. ഗംഗപ്രസാദിന്റെ കുഞ്ഞാണല്ലോ, അതുകൊണ്ട് അവൻ എന്തായാലും ആ കുഞ്ഞിനെ അന്വേഷിച്ചു വരുമെന്ന് കാർത്തിക പറയും. വേറൊന്നല്ല, അവൻ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഒരു പെണ്ണെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. അത് ജയിലിൽ കിടക്കണം ആ സ്റ്റെഫിനെയാണ്, തരുണിമ എന്ന് പറഞ്ഞ സ്റ്റെഫി. പിന്നെ അമലോട് തടുപ്പം കാണിച്ചത് അവന്റെ കാട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനും നാട്ടിലേക്കുള്ള വഴി അറിയാനും പിന്നെ കുറച്ച് ആയുധ വിദ്യകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ അവള് മനസ്സുകൊണ്ട് ഇവിടെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അതിനിടയ്ക്ക് ഈ തെറ്റു പറ്റിയത് കൊണ്ട് അവൻ എന്തായാലും ഈ കുഞ്ഞിനെ ഏറ്റെടുക്കും, അത് ഉറപ്പാണ്. കാരണം അവൻ ഇനിയിപ്പോ ഒരു ധൈര്യം ഉണ്ടാവും. അവൻ മരിച്ചാലും അവന്റെ ഒരു കുഞ്ഞിപ്പോ ഉണ്ടല്ലോ ഭൂമിയിൽ എന്നൊരു സമാധാനമൊക്കെ അവൻ ഉണ്ടാകും എന്ന് പറയാണ്. എന്തായാലും അമലുവിനെ അവനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമലുവിനെയും കൂടി കൂടെ നിർത്താണ് കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടി. എന്തൊക്കെ പറഞ്ഞാലും ഗംഗപ്രസാദിന്റെ കുഞ്ഞെന്ന് പറയുന്നത് ഈ ലക്ഷ്മിയുടെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇതാണല്ലോ, ലക്ഷ്മിയുടെ ഭർത്താവിന്റെ മോന്റെ കുഞ്ഞാണല്ലോ വയറ്റി കിടക്കണ. അതുകൊണ്ട് ആ കുഞ്ഞിനും സ്വത്തിൽ അവകാശവും അതുപോലെ തന്നെ അവരുടെ അവരുടെ ബന്ധുവും ആ കൂടപ്പറപ്പും തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് എന്തായാലും അവർ കൂടെ നിർത്തുകയും അതുപോലെ തന്നെ നമ്മുടെ അമലുവിന് ഗംഗയുടെ ഭാര്യയായിട്ട് കൂടെ നിർത്തുകയും അതാണ് ഭാര്യയായിട്ട് കണ്ടിട്ട് ലക്ഷ്മിയമ്മയും കാർത്തികയും സ്വീകരിക്കാൻ തയ്യാറുണ്ട്. കാരണം ഇനിയിപ്പൊ അമലുവിനെ ആരും സ്നേഹിക്കില്ല, കൂടെ നിർത്തില്ല. കാരണം കാട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പൊ ലക്ഷ്മിയമ്മയും കാർത്തിക തന്നെ അവരെ അതിനെ ഏറ്റെടുക്കുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.